നമസ്കാരം. പ്രധാന വാർത്തകൾ. പട്ടാമ്പി നേർച്ചയ്ക്ക് എഴുന്നള്ളിച്ച ആന തിരികെ കൊണ്ടുപോകും വഴി പാലക്കാട് വെച്ച് ഇടഞ്ഞോടി. ആനയുടെ അക്രമത്തിൽ തമിഴ്നാട് സ്വദേശിക്ക് പരിക്ക്. 2 പശുക്കളെ ചവിട്ടിക്കൊന്ന ആന വീടുകളും കടകളും തകർത്തു. നേർച്ചയ്ക്കിടെയുണ്ടായ സംഘർഷവുമായി ബന്ധപ്പെട്ട് 7 പേർ അറസ്റ്റ്. മണ്ണാർക്കാട് 11-കാരന് സൂര്യതാപമേറ്റു. ഉച്ചസമയത്ത് കളിക്കാൻ പോയ കുട്ടിക്കാണ് ദേഹത്ത് പൊള്ളലേറ്റത്. മണ്ണാർക്കാട് താലൂക്ക് ആശുപത്രിയിൽ കുട്ടി ചികിത്സ തേടി. റോഡ് പ്രവൃത്തിയെ തുടർന്ന് ചെറുപ്പശ്ശേരി കാറൽമണ്ണ ഭാഗങ്ങളിൽ കുടിവെള്ള വിതരണം മുടങ്ങിയ സംഭവം. നഗരസഭാ കൗൺസിലിൽ പ്രതിപക്ഷ പ്രതിഷേധം. ജല അതോറിറ്റിയുടെയും KSTPയുടെയും അനാസ്ഥയാണ് പ്രശ്നത്തിന് കാരണമെന്നും വിഷയം വകുപ്പ് മന്ത്രിയെ അറിയിക്കുമെന്നും ചെയർമാൻ. സംസ്ഥാനത്ത് ഈ വർഷത്തെ SLC പരീക്ഷയ്ക്ക് തുടക്കമായി. 4.27 ലക്ഷം വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതുന്നത്. ഏറ്റവും കൂടുതൽ കുട്ടികൾ പരീക്ഷ എഴുതുന്നത് മലപ്പുറം വിദ്യാഭ്യാസ ജില്ലയിൽ. പെരിന്തൽമണ്ണ പാതായിക്കരയിലെ ചാർക്കോൾസ് കരി കമ്പനിക്കെതിരെ നാട്ടുകാർ പ്രക്ഷോഭ രംഗത്ത്. കമ്പനിയുടെ പ്രവർത്തനം പാരിസ്ഥിതിക ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതായി നാട്ടുകാർ. CPMന്റെ നേതൃത്വത്തിൽ ജനകീയ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. മണ്ണാർക്കാട് നൊട്ടമലയിൽ ബൈക്കിടിച്ച് പരിക്കേറ്റ വയോധികൻ മരിച്ച സംഭവം. നിർത്താതെ പോയ ബൈക്കും പ്രതികളും പോലീസിന്റെ പിടിയിൽ. പുലാപ്പറ്റ കോണിക്കഴി സ്വദേശികളാണ് പിടിയിലായത്. വിശദമായ വാർത്തകളിലേക്ക്. പട്ടാമ്പി നേർച്ചയ്ക്ക് എഴുന്നള്ളിച്ച ആനയെ തിരികെ കൊണ്ടുപോകും വഴി പാലക്കാട് വടക്കുമുറിയിൽ വെച്ച് വിരണ്ടോടി. ലോറിയിൽ നിന്നും ആന ഇറങ്ങി ഓടുകയായിരുന്നു. ഓട്ടത്തിനിടെ ആനയുടെ ആക്രമണത്തിൽ തമിഴ്നാട് സ്വദേശിക്ക് പരിക്കേറ്റു. 2 പശുക്കളെ ചവിട്ടിക്കൊന്ന ആന വീടുകളും കടകളും തകർത്തു. ആരാണ് അങ്ങോട്ട് എറിയണേ? തിങ്കളാഴ്ച പുലർച്ചെ 4:30ഓടെയാണ് പാലക്കാട് വടക്കുമുറിയിൽ വെച്ച ലോറിയിൽ നിന്ന് ആന ഇറങ്ങിയോടിയത്. മലപ്പുറം അക്കരമേൽ ഗ്രൂപ്പിന്റെ ശേഖരൻ എന്ന ആനയാണ് ഓടിയത്. പട്ടാമ്പി നേർച്ചയ്ക്ക് എഴുന്നള്ളിച്ച ശേഷം മറ്റൊരു ഉത്സവത്തിന് കൊണ്ടുപോവുകയായിരുന്നു ആനയെ. പാപ്പന്മാർ അല്പനേരം വിശ്രമിക്കാനായി ആനയെ ലോറിയിൽ നിന്ന് താഴെ ഇറക്കുന്നതിനിടയിലാണ് ആന വിരണ്ട് ഓടിയത്. ഇരുട്ടായതിനാൽ ആന എങ്ങോട്ട് പോയെന്ന് ആദ്യം കണ്ടെത്താനായില്ല. പിന്നീട് അമ്പാട്ട് ഭാഗത്തു നിന്നും ആനയെ കണ്ടെത്തി. ഓട്ടത്തിനിടെ ആന 4 പശുക്കളെയും ഒരു ആടിനെയും ആക്രമിച്ചു. ഇതിൽ 2 എണ്ണം ചത്തു. കൂടാതെ ഒരു കടയും പശുത്തൊഴുത്തും ഓട്ടോറിക്ഷയും വീടും ആന നശിപ്പിച്ചു. ആന ഓടുന്നതിനിടെ തമിഴ്നാട് സ്വദേശിക്കും ചവിട്ടേറ്റു. അപ്പോൾ ഞാൻ കട തുറന്ന് മുറ്റടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നെ കണ്ട ആന കടേൻ്റെ ഉമ്മർത്ത് വന്ന് സർവത്ത് മേശയെല്ലാം പൊളിച്ച് അങ്ങനെ എന്നെ കിട്ടാത്തപ്പോഴാണ് നമ്മുടെ കടേൻ്റെ സൈഡിൽ കൂടെ കയറി തട്ടുകടയൊക്കെ അടിച്ച് പൊളിച്ച് ഇതിൽ കൂടെ വന്ന് പിന്നെ ഇവർ ലൈറ്റിട്ട് സൗണ്ട് കേട്ടപ്പോൾ ആന അങ്ങോട്ട് കയറി നമ്മുടെ അടുക്കളയിൽ കൂടെ പോയി അടുക്കളയിൽ പൊളിച്ച് പശു ഫോമിൽ കയറി 2 പശു. ഇടച്ചങ്ങലിയില്ല, മേച്ചങ്ങലിയില്ല, കഴുത്തിലൊന്നും കാട്ടാന പോലെയാണ്. അതാണ് അവർ പാപ്പാന്മാർ. 1 മണിക്കൂർ 1.25 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് 2 പേര് തേടി വന്നിട്ട് ഞങ്ങളുടെ ആനയാണ് ഇവിടെ വന്നത്. ഉള്ളിക്ക് ഓടിയ രക്ഷ ഞാൻ ഓടി അങ്ങനെ ആന പറഞ്ഞ ഉള്ളിക്ക് ഓടിയതും ആന എടുത്ത് മാലടച്ചതും നമ്മുടെ സർവത്ത് മേശനെ ആടി തൂക്കി എറിഞ്ഞു. അധികം കൊമ്പൊന്നുമില്ല, ചെറിയ കൊമ്പാണ്. ഏറെ നേരം പ്രദേശത്തെ പരിഭ്രാന്തി സൃഷ്ടിച്ച ആനയെ 7:30ഓടെ കുന്നംകുളത്ത് നിന്ന് എലിഫന്റ് സ്ക്വാഡ് എത്തിയാണ് തളച്ചത്. അപ്പുറത്തെ ആ വീടിന്റെ ഭാഗത്ത് അങ്ങ് ഇവിടെ ഉണ്ടായിരുന്നു, അത് തിരുന്നില്ലായിരുന്നു. പട്ടാമ്പി നേർച്ചയ്ക്കിടെ 2 വിഭാഗങ്ങൾ ചേരിതിരിഞ്ഞ് ഏറ്റുമുട്ടി. ഒരു പോലീസുകാരനുൾപ്പെടെ 10ഓളം പേർക്ക് പരിക്കേറ്റു. സംഭവത്തിൽ 7 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു.
പട്ടാമ്പി നേർച്ചയുമായി ബന്ധപ്പെട്ട ഘോഷയാത്രയ്ക്കിടെയാണ് ഇരുവിഭാഗങ്ങൾ തമ്മിൽ സംഘർഷമുണ്ടായത്. റോഡിൽ പരസ്പരം ചേരിതിരിഞ്ഞ് ഏറ്റുമുട്ടിയ സംഘങ്ങളെ പിരിച്ചുവിടാൻ പോലീസിന് ലാത്തി വീശേണ്ടി വന്നു. ഇതിനിടെ ഒരു പോലീസുകാരനടക്കം 10ഓളം പേർക്ക് സംഘർഷത്തിൽ പരിക്കേറ്റു. പരിക്കേറ്റ പോലീസുകാരനെ പട്ടാമ്പി സേവന ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവത്തിൽ 7 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച ശേഷമാണ് നടപടി. എഴുന്നള്ളിപ്പിനെ കൊണ്ടുവന്ന ആനയ്ക്ക് നേരെയും പ്രശ്നക്കാർ തിരിഞ്ഞത് ആന വിരണ്ടോടാനിടയാക്കി. സൂര്യാഘാതം 11കാരന് പൊള്ളലേറ്റു. മണ്ണാർക്കാട് തെങ്കര ചേറുംകുളം പടിഞ്ഞാറേക്കുന്ന് കോളനിയിൽ രാധാകൃഷ്ണന്റെ മകൻ ശ്രീരാജനാണ് പൊള്ളലേറ്റത്. താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. പൊള്ളൽ ഗുരുതരമല്ലെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു. ശനിയാഴ്ച ഉച്ചയ്ക്ക് വീടിന് സമീപത്തെ ഗ്രൗണ്ടിൽ കളിക്കുന്നതിനിടെ കുട്ടിക്ക് ചൂട് അനുഭവപ്പെട്ടിരുന്നു. ഉച്ചനേരത്തെ കളിക്കാൻ പോയതിൽ വീട്ടുകാർ ശാസിക്കുമെന്ന് ഭയന്ന് മറച്ചുവെക്കുകയായിരുന്നു. ഞായറാഴ്ച വൈകിട്ട് ശ്രീരാജ് കുളിക്കുന്നതിനിടെ ദേഹത്തിന്റെ പിറകുവശത്തെ പൊള്ളൽ വീട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെടുകയായിരുന്നു. വീട്ടുകാർ ചോദിച്ചപ്പോഴാണ് ശനിയാഴ്ച കളിക്കുന്നതിനിടെ ചൂടനുഭവപ്പെട്ട കാര്യം ശ്രീരാജ് മാതാവിനോട് പറഞ്ഞത്. കുട്ടിയെ വീട്ടുകാർ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച് ചികിത്സ തേടി. അരയങ്ങോട് UP സ്കൂളിലെ 6ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ശ്രീരാജ്. ഇങ്ങനെ സംഭവിച്ചാണ് എന്താ സൂര്യാഘാതമായിട്ട്. പക്ഷേ കുട്ടി പേടിച്ചിട്ട് എന്നോട് പറഞ്ഞില്ല. അതിൽ ഇന്നലെ പണി മാറ്റി വന്നപ്പോഴാണ് കണ്ട് കാണിച്ചത്. നോക്കാൻ പറ്റിയില്ല സംഭവിച്ചത്. ഇത് അവൻ എന്താ ശനിയാഴ്ച എന്താ ഉച്ചയ്ക്ക് പന്ത് കളിക്കാൻ പോയായിരുന്നു. ഉച്ചയ്ക്ക് നല്ല രാവിലെ കളിക്കാൻ പോയായിരുന്നു. പിന്നെ അവർ ടൂർണമെൻ്റാണ്. അപ്പോൾ ആ ടൈമിൽ കളിക്കുന്ന ടൈമിലാണ് സംഭവിച്ചതെന്നാണ് തോന്നുന്നത്. കുടിവെള്ള പ്രശ്നം ചെറുപ്പശ്ശേരി നഗരസഭാ കൗൺസിലിൽ പ്രതിഷേധം. പ്രതിപക്ഷ കൗൺസിലർമാരാണ് ജനങ്ങൾ നേരിടുന്ന ദുരിതം കൗൺസിലിൽ ഉന്നയിച്ചത്. ഇക്കാര്യത്തിൽ വലിയ അനാസ്ഥയാണ് ബന്ധപ്പെട്ടവർ സ്വീകരിക്കുന്നതെന്നും ആക്ഷേപമുയർന്നു. ചെറുപ്പശ്ശേരി കാർലമണ്ണ പ്രദേശത്ത് കുടിവെള്ള വിതരണം മുടങ്ങിയിട്ട് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും നടപടി ഒന്നും സ്വീകരിക്കാത്തതിനാലാണ് നഗരസഭാ കൗൺസിലിൽ പ്രതിഷേധമുയർന്നത്. മുണ്ടൂർ തൂതാർ റോഡ് നവീകരണത്തിന്റെ ഭാഗമായി നടക്കുന്ന പ്രവൃത്തികൾ മൂലം കുടിവെള്ള വിതരണം തടസ്സപ്പെട്ടിട്ട് ദിവസങ്ങളായെന്നും വലിയ ദുരിതമാണ് ഇത് കാരണം ജനങ്ങൾ നേരിടുന്നതെന്നും വിഷയത്തിൽ അടിയന്തര നടപടി വേണമെന്നും യോഗത്തിൽ പ്രതിപക്ഷ കൗൺസിലർമാർ ഒന്നടങ്കം ആവശ്യപ്പെട്ടു. എക്സ്പെർട്ടായിട്ടുള്ള പ്ലംബർമാരല്ലത് പണിയെടുക്കുന്നത്. അർദ്ധരാത്രി 2:30 മണി വരെ ഞാൻ അവരെ കൂടെ നിന്ന് സാക്ഷിയാ. നമ്മൾ സാധാരണ നാട്ടിലെ ആൾക്കാരോട് പറഞ്ഞാൽ അവരതിന്റെ അളവ് മെഷർമെന്റ് ഒക്കെ എടുത്ത് കൃത്യമായി കട്ട് ചെയ്ത് ചെയ്യും. ഒരു പണി 3 തവണ ചെയ്തിട്ടാ പൂർത്തിയാകുന്നത്. ഇത് ആരോടാ പറയാ? ആരോട് പറഞ്ഞാലും ഇതിന് വേണ്ടപ്പെട്ട ആളുകളെ ഉത്തരവാദിത്ത ബോധത്തോടു കൂടി ഈ വിഷയത്തെ കാണുന്നില്ല. ഇപ്പോ പല വാർഡുകളിലും കൗൺസിലർമാർ അവരെ കൊണ്ട് കഴിയുന്ന രീതിയിൽ സഹായങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അതൊക്കെ നല്ലതുമാണ്. കഴിയുന്ന എല്ലാവർക്കും അത് സാധിച്ചോണമെന്നില്ല. സാധിക്കുന്നവരൊക്കെ അത് ചെയ്യട്ടെ. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ യോഗം വിളിച്ച് നമുക്ക് ഇക്കാര്യത്തിൽ ഒരു ഉറപ്പ് അവരുടെ ഭാഗത്ത് നിന്നുണ്ടാകണം. ഗുരുതരമായ 4 വരി പാതയൊക്കെ എല്ലാവർക്കും സൗന്ദര്യത്തോടു കൂടി 4 വരി പാത ഉണ്ടാകുന്നത് നല്ല തന്നെ. അതിനൊന്നും വികസനത്തിൽ നിന്ന് ജനങ്ങളെതിരല്ല. പക്ഷെ ഇത് നാട്ടിലെ ജനങ്ങളുടെ ക്ഷമയെ, അവരുടെ മര്യാദയെ പരീക്ഷിക്കുന്നതിന് തുല്യമാണ് ഈ അനാസ്ഥ. അതുകൊണ്ട് അവരെ വിളിച്ച് അടിയന്തരമായി എന്താണ് ഇക്കാര്യത്തിൽ ചെയ്യാൻ കഴിയുക? അഥവാ നഗരസഭ കഴിഞ്ഞ 10 ദിവസമായി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഈ അടുത്ത ദിവസം തന്നെ എന്താണ് നമുക്ക് ചെയ്യാൻ കഴിയുക എന്ന്. രണ്ടാമത്തെ കാര്യം, നമുക്ക് ഇപ്പൊ കുടിവെള്ളക്ഷാമം അനുഭവിക്കുന്ന പ്രദേശങ്ങളിൽ ടാങ്കർ ലോറി ഉപയോഗിച്ചോ കുടിവെള്ള പദ്ധതികൾ തുടങ്ങി. ടാങ്കർ ലോറി ഉപയോഗിച്ചൊക്കെ വെള്ളം കൊടുക്കാനൊന്നും ശാശ്വതമല്ല. കൗൺസിലർമാർ കൊടുത്താലും നഗരസഭ നേരിട്ട് കൊടുത്താലും അതൊന്നും ഒരു ശാശ്വത പരിഹാരമായി നമുക്ക് കാണാൻ കഴിയില്ല. അപ്പൊ ശാശ്വതമായി ഈ കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിന് KSTP-യെയും വാട്ടർ അതോറിറ്റിയെയും ഒന്ന് മര്യാദ പഠിപ്പിക്കാൻ നമുക്ക് ഉത്തരവാദിത്തം. പൊടി പറഞ്ഞത് ഈ വെള്ളം പോണോണ്ട് അത് ഇല്ലാതാവും. പക്ഷെ ഒരുപാട് വെള്ളം അവിടെ നഷ്ടപ്പെടുന്നുണ്ട്. അപ്പൊ അത് ഞാൻ നമ്മുടെ കോൺട്രാക്ടറോട് സംസാരിച്ചപ്പോൾ അയാൾ പറഞ്ഞ ജലജീവ മിഷൻകാരാണ് അത് നേരാക്കേണ്ടത് പറയുന്നത്. അപ്പോൾ അത് നടക്കില്ല. നേരത്തെ ഭാഗമല്ല, അത് നമ്മളെ
കഴിഞ്ഞ 4 തവണ ഈ 2 ടീമുകളെ വിളിച്ചതാണ്. അവർ പറയുന്നത് വാട്ടർ അതോറിറ്റി ചെയ്യേണ്ട പൈപ്പാണ് എന്നാണ് പുരാണക്കൽ സൊസൈറ്റി പറയുന്നത്. എന്നാൽ റോഡ് നവീകരണത്തിന്റെ ഭാഗമായി പൈപ്പ് ലൈനുകൾ മാറ്റിസ്ഥാപിക്കുന്ന പ്രവൃത്തികൾ ഏറ്റെടുക്കുന്നതിൽ വാട്ടർ അതോറിറ്റിയും റോഡ് നവീകരണ പ്രവൃത്തികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന KSTPയും അനാസ്ഥ കാണിക്കുന്നതാണ് കുടിവെള്ള വിതരണം മുടങ്ങാൻ കാരണമായതെന്ന് ചെയർമാൻ പറഞ്ഞു. വിഷയത്തിൽ MLA ഉൾപ്പെടെയുള്ളവർ ചർച്ച നടത്തിയിട്ടും ഉത്തരവാദിത്തപ്പെട്ടവർ അനാസ്ഥ തുടരുന്നതിനാൽ ജലവിഭവ മന്ത്രി, ജില്ലാ കലക്ടർ ഉൾപ്പെടെയുള്ളവരുടെ ശ്രദ്ധയിൽ ഇക്കാര്യം എത്തിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും ചെയർമാൻ പറഞ്ഞു. അതിൽ നമുക്ക് ജനപ്രതിനിധികൾ എന്നൊക്കെ ഇടപെടാവുന്ന എല്ലാ മേഖലയിലും പറഞ്ഞ KSTPയുടെ വർക്ക് എന്നൊക്കെ തന്നെ പ്രാദേശിക ഭരണകൂടങ്ങളൊക്കെ പറയുന്നതോട് അനുകൂലമായി പ്രതികരിക്കാൻ പല കോൺട്രാക്ടർമാരും തയ്യാറാവുന്നില്ല എന്ന് വാട്ടർ അതോറിറ്റി എന്നൊക്കെ പറഞ്ഞാലും KSTPക്കാർ കേൾക്കുന്നില്ല എന്നറിയാമല്ലോ. വാട്ടർ അതോറിറ്റിക്കാർ പറയായിട്ടല്ല. വാട്ടർ അതോറിറ്റി എന്ന് പറഞ്ഞാൽ അവർ ഭാഷ അറിയുന്നവരുണ്ടാവില്ല. ഭാഷ അറിയുന്നവരുണ്ടെങ്കിൽ മൈൻഡ് ചെയ്യില്ല. അവർ പറഞ്ഞ് മടുത്തെടുക്കുകയാണ്. എന്തായാലും ഇത് നമ്മളെ യോജിച്ച പ്രതികരണം ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റുകൾക്കെതിരെ വരേണ്ടി വരും. എന്നാലും ഇന്നത്തെ ഈ കൗൺസിൽ എന്തായാലും അതുമായി ജലവിതരണ വകുപ്പ് മന്ത്രിക്ക് അതുപോലെ തന്നെ കലക്ടർക്ക് ബന്ധപ്പെട്ട അധികാരികൾക്കൊക്കെ തന്നെ ഇന്ന് തന്നെ മെയിലായിട്ട് അടിയന്തരമായി സബ്സിഡി നഗരസഭയിൽ വാട്ടർ അതോറിറ്റി KSTPയുടെ കെടുകാര്യസ്ഥിതി അതിൽ വാട്ടർ അതോറിറ്റി നഗരസഭയൊക്കെ തന്നെ പ്രതിസന്ധിയായിട്ടുണ്ടെന്നും അടിയന്തരമായി ഇടപെട്ടുകൊണ്ട് ഈ കുടിവെള്ള പ്രശ്നത്തിൽ ഇടപെടണമെന്നും നിലവിലുള്ള ലൈനിനെ പരമാവധി ആളുകൾക്ക് ഉപയോഗപ്രദമാണെന്ന് നമുക്ക് ആവശ്യപ്പെടാം. അതിന് ഇന്നത്തെ കൗൺസിലിൽ അതിന് തീരുമാനപ്പെടുത്തി കൊടുക്കാവുന്നതാണ്. നഗരസഭ അതുപോലെ തന്നെ നിലവിലുള്ള MLA ഒക്കെ തന്നെ എല്ലാ നിമിഷവും 7 സെക്കൻഡിലും ഈ വിഷയത്തിൽ ഇതിനോടൊപ്പം ഇടപെട്ടുകൊണ്ടേയിരിക്കുന്നത് എല്ലാ കൗൺസിലും കക്ഷിരാഷ്ട്രീയം വരുന്ന എല്ലാ കൗൺസിലർമാരും ഇടപെടുന്നത് നമുക്ക് ചെയ്യാവുന്ന പരമാവധി ചെയ്യുന്നത് മാത്രമല്ല നമ്മളെല്ലാവരും. മണ്ണാർക്കാട് നൊട്ടമലയിൽ ബൈക്കിടിച്ച് പരിക്കേറ്റ വയോധികൻ മരിച്ച സംഭവത്തിൽ നിർത്താതെ പോയ ബൈക്കും പ്രതികളെയും പോലീസ് പിടികൂടി. ബൈക്ക് ഓടിച്ചിരുന്ന പുലാപ്പറ്റ കോണിക്കഴി പാട്ടക്കൽ യാസർ അറാഫത്ത്, കൂടെ യാത്ര ചെയ്തിരുന്ന പുലാപ്പറ്റ താലിക്കുഴി ഷറഫുദ്ദീൻ എന്നിവരാണ് അറസ്റ്റിലായത്. ഫെബ്രുവരി 23 തിങ്കളാഴ്ച വൈകിട്ടാണ് മണ്ണാർക്കാട് നൊട്ടമലയിൽ അപകടമുണ്ടായത്. റോഡ് ക്രോസ് ചെയ്യുന്നതിനിടെ യാസർ അറഫാത്തും ഷറഫുദ്ദീനും സഞ്ചരിച്ച ബൈക്ക് കൈപ്പുള്ളിത്തൊടി സൈദാലിയെ ഇടിച്ചു തെറിപ്പിച്ചിരുന്നു. അപകടത്തിൽ പരിക്കേറ്റ സൈദാലി ചികിത്സയ്ക്കിടെ മരണത്തിന് കീഴടങ്ങി. ഇടിച്ച വാഹനം കണ്ടെത്താത്തതിനെ തുടർന്ന് മണ്ണാർക്കാട് CI ER ബൈജു വാഹനത്തിൻ്റെയും പ്രതികളുടെയും CCTV ദൃശ്യം പുറത്തുവിട്ടിരുന്നു. ഇതോടെ പ്രദേശവാസികൾ ഇവരെ തിരിച്ചറിയുകയും വിവരം പോലീസിന് കൈമാറുകയുമായിരുന്നു. സംഭവത്തിൽ 25ഓളം ഭാഗത്തെ CCTV ദൃശ്യങ്ങൾ പോലീസ് പരിശോധിച്ചിരുന്നു. പെരിന്തൽമണ്ണ പാതായിക്കരയിൽ പ്രവർത്തിക്കുന്ന ചാർക്കോൾസ് കമ്പനിക്കെതിരെ പാരിസ്ഥിതിക ആരോഗ്യ പ്രശ്നങ്ങൾ ഉയർത്തി നാട്ടുകാർ രംഗത്ത്. CPMന്റെ നേതൃത്വത്തിൽ ജനകീയ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. പാരിസ്ഥിതിക ആഘാതം കുറയ്ക്കുന്നതിന് സുരക്ഷാ സംവിധാനങ്ങൾ സ്വീകരിക്കാതെയുള്ള ഈ കമ്പനിയുടെ പ്രവർത്തനം ഗൗരവത്തോടെയാണ് കാണുന്നതെന്ന് പ്രതിഷേധ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്ത CPM മലപ്പുറം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും മുൻ MLAയുമായ V ശശികുമാർ പറഞ്ഞു. പെരിന്തൽമണ്ണ നഗരസഭയിലെ പാതാക്കര, മനപ്പടി, ചോലക്കുളത്തിന് സമീപത്ത് പ്രവർത്തിക്കുന്ന ഷെൽക്കോ ചാൾക്കോസ് കരിക്കമ്പനിക്കെതിരെയാണ് നാട്ടുകാർ രംഗത്തെത്തിയിരിക്കുന്നത്. പരിസ്ഥിതി ആരോഗ്യ പ്രശ്നങ്ങൾ ഉയർത്തി നാട്ടുകാർ പലതവണ പരാതി നൽകിയിരുന്നു. കരിവസ്തുക്കൾ ഉണ്ടാക്കുന്നതിന് വൻതോതിൽ ചിരട്ട കത്തിക്കുന്നതിനാൽ പരിസ്ഥിതി മലിനീകരണവും ആരോഗ്യ പ്രശ്നങ്ങളും നേരിടുന്നതായാണ് പ്രദേശത്തുകാരുടെ പരാതി. ഇപ്പോൾ ജനങ്ങൾക്ക് എതിർപ്പുണ്ടാവുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചു. തൊട്ടിക്കലിൽ നടന്ന ജനകീയ പ്രതിഷേധ കൂട്ടായ്മ CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം V ശശികുമാർ ഉദ്ഘാടനം ചെയ്തു. ഈ പ്രശ്നം ഗൗരവത്തോടെയാണ് പാർട്ടി കാണുന്നതെന്നും പരിസ്ഥിതി ആഘാതം കുറയ്ക്കുന്നതിന് വേണ്ട സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കാൻ സ്ഥാപനത്തിൻ്റെ ഉടമകളും ബന്ധപ്പെട്ട അധികാരികളും മുൻകൈയ്യെടുക്കണമെന്നും V ശശികുമാർ പറഞ്ഞു. സ്ക്രബിംഗ് കൃത്യമായി ചെയ്യുക, നിശ്ചിത അളവിൽ മാത്രം ഇതിൻ്റെ സാധനങ്ങൾ ഉപയോഗിക്കുക എന്ന് തുടങ്ങിയിട്ടുള്ള നിരവധി നിയന്ത്രണങ്ങൾ ഇതിൽ ഏർപ്പെടുത്താൻ കഴിയും. അത്തരം നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി പരിസ്ഥിതി ആഘാതം പരമാവധി കുറച്ച് ജനങ്ങളുടെ പിന്തുണ ആർജിച്ച് ഈ സ്ഥാപനം നടത്തിക്കൊണ്ടുപോകാൻ കഴിയുകയാണ് വേണ്ടത്. അതിനുവേണ്ടിയാണ് ബന്ധപ്പെട്ട ഉടമകൾ ശ്രമിക്കേണ്ടത്. അത് ഇത്രയും കാലം ഇവരൊക്കെ പറഞ്ഞു. ആ കാര്യം ഞങ്ങളൊന്ന് എടുത്തു പറയുകയാണ്, ഒന്ന് ഉറക്കെ പറയുകയാണ്. ഇക്കാര്യത്തിൽ ആർക്കൊക്കെ ഇടപെടാൻ കഴിയുമോ? മുനിസിപ്പാലിറ്റിക്ക് ഇടപെടാൻ കഴിയുമോ?
ഇടപെടണം, മറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന് ഇടപെടാൻ കഴിയുമോ അവരിടപെടണം. അങ്ങനെ ഇടപെട്ട് ഇത് ജനങ്ങളുടെ വിശ്വാസത്തോട് കൂടി നടത്താൻ കഴിയുമോ എന്ന് പരിശോധിക്കണം. അല്ലെങ്കിൽ കാര്യങ്ങൾ ബുദ്ധിമുട്ടാവും എന്നറിയിക്കാനാണ് ഈ പൊതുയോഗം. ആ കാര്യം ഇവിടെ വ്യക്തമാക്കാൻ ഈ അവസരം വിനിയോഗിച്ചുകൊണ്ട് ഈ വിഷയത്തിൽ ആവശ്യമായ കൂടിയാലോചനകൾക്ക് ഉടമകളും ബന്ധപ്പെട്ട അധികാരികളും മുൻകൈയെടുക്കണം എന്ന അഭ്യർത്ഥന ഇവിടെ വെച്ചുകൊണ്ട് ഇത് വെച്ച് നീട്ടി ആരുടെയും ക്ഷമ പരിശോധിക്കാതെ മാന്യമായി പരിഹരിക്കാൻ ബന്ധപ്പെട്ട ആളുകൾ മുൻകൈയെടുക്കണമെന്ന അഭ്യർത്ഥന ഒരിക്കൽ കൂടി ഈ യോഗത്തിന്റെ മുമ്പാകെ വെച്ചുകൊണ്ട് പ്രതിഷേധ കൂട്ടായ്മയിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു. വസ്തുതകൾ പരിശോധിച്ച ശേഷം ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനാണ് പാർട്ടി ഈ സമരം ഏറ്റെടുത്തതെന്ന് CPM പെരിന്തൽമണ്ണ ഏരിയ സെക്രട്ടറി ഇ രാജേഷ് പറഞ്ഞു. പാർട്ടി ഒരു വിഷയത്തെ കൈകാര്യം ചെയ്യുന്നത് ഏതെങ്കിലും വൈകാരികമായിട്ടുള്ള വിക്ഷോഭത്തിന്റെ അടിസ്ഥാനത്തിൽ ആ വിഷയത്തിലേക്ക് എടുത്ത് ചാടിക്കൊണ്ടല്ല, ആ വിഷയത്തിന്റെ വസ്തുതകൾ ഇഴകേറി പരിശോധിച്ചുകൊണ്ട് അതിൻ്റെ വരുംവരായകൾ നല്ലവണ്ണം ആലോചിച്ചുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൈകാര്യം ചെയ്യുന്ന പ്രത്യേകമായ രീതിയിൽ തന്നെയാണ് ഓരോ വിഷയത്തെയും കൈകാര്യം ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ശശിയേട്ടനും പ്രേമനൊക്കെ സൂചിപ്പിച്ചത്. കഴിഞ്ഞ കുറച്ചു കാലമായി പാർട്ടിക്കകത്ത് ഇത് ചർച്ച ചെയ്തിട്ടുണ്ട്. അങ്ങനെ ചർച്ച ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെയുള്ള ആളുകളുടെ കൂടെ ഞാൻ ഉൾപ്പെടെ പോയിക്കൊണ്ട് പൊല്യൂഷൻ ഉദ്യോഗസ്ഥരെ സമീപിക്കുകയും അവരുമായി ചർച്ച ചെയ്യുകയും ഒക്കെ ഉണ്ടായിരുന്നു. പാതാകര LC സെക്രട്ടറി വി യൂസഫ് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. CPM ഏരിയ കമ്മിറ്റി അംഗം P ഗോവിന്ദപ്രസാദ്, നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷൻ K ഉണ്ണികൃഷ്ണൻ, ലോക്കൽ കമ്മിറ്റി അംഗം K പ്രേമദാസ്, C കരുണാകരൻ, കൗൺസിലർമാരായ A സുനിൽകുമാർ, K സുബ്രഹ്മണ്യൻ തുടങ്ങിയവർ പങ്കെടുത്തു. ചാർക്കോൾസ് കമ്പനിക്കെതിരെ മുമ്പ് പലതവണ പരാതി ഉയർന്നിരുന്നു. നഗരസഭാ അധികൃതർ പരിശോധിച്ച ശേഷം പ്രവർത്തനം നിർത്തിവെക്കാൻ ആവശ്യപ്പെട്ട നോട്ടീസും നൽകിയിരുന്നു. എന്നാൽ ഹൈക്കോടതി സ്റ്റേ ഉത്തരവ് പ്രകാരമാണ് കമ്പനി പ്രവർത്തിക്കുന്നത്. ഈ സ്റ്റേ ഉത്തരവിൻ്റെ മറവിൽ വൻതോതിൽ ചിരട്ട കത്തിക്കുന്നതിനാൽ ഗുരുതരമായ പാരിസ്ഥിതിക പ്രശ്നങ്ങളും ആരോഗ്യ ഭീഷണിയും നിലനിൽക്കുന്നതായാണ് നാട്ടുകാരുടെ പരാതി. പണ്ഡിത ശ്രേഷ്ഠ പ്രമുഖരെ മലപ്പുറം ലോക്സഭാ മണ്ഡലം UDF സ്ഥാനാർത്ഥി E.T. മുഹമ്മദ് ബഷീർ സന്ദർശിച്ചു. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രസിഡന്റ് ജിഫ്രി മുത്തുകോയ തങ്ങൾ, ജനറൽ സെക്രട്ടറി K അലിക്കുട്ടി മുസ്ലിയർ എന്നിവരെയാണ് സന്ദർശിച്ചത്. ഏറെ രാഷ്ട്രീയ പ്രാധാന്യത്തോടെയാണ് മുസ്ലിം ലീഗ് ഈ സന്ദർശനത്തെ കാണുന്നത്. സമസ്തയ്ക്കും മുസ്ലിം ലീഗിനും ഇടയിൽ ഈയിടെ അഭിപ്രായ വ്യത്യാസങ്ങളും അസ്വാരസ്യങ്ങളും ഉയർന്നിരുന്നു. സമസ്തയുടെയും മുസ്ലിം ലീഗിൻ്റെയും നേതാക്കളുടെ പരസ്യ പ്രസ്താവനകൾ വരെ ഉണ്ടായി. നേതാക്കളുടെ നിലപാടുകളിൽ അണികളിലും അമർഷം ഉണ്ടായതാണ്. ഈ സാഹചര്യത്തിൽ മലപ്പുറം ലോക്സഭാ മണ്ഡലം UDF സ്ഥാനാർത്ഥി E.T. മുഹമ്മദ് ബഷീർ സമസ്തയുടെ നേതാക്കളെ സന്ദർശിച്ചത് ഏറെ രാഷ്ട്രീയ പ്രാധാന്യത്തോടെയാണ് കാണുന്നത്. ജിഫ്രി മുത്തുക്കോയ തങ്ങളെ കൊണ്ടോട്ടിയിലും ആലിക്കുട്ടി മുസ്ലിയാരെ പട്ടിക്കാട് ജാമിയ നൂരിയയിൽ എത്തിയുമാണ് E.T. മുഹമ്മദ് ബഷീർ സന്ദർശിച്ചത്. മരമുറിക്കുന്നതിനിടയിൽ മരത്തിനിടയിൽ കാൽ കുടുങ്ങി യുവാവിന് പരിക്ക്. കരിമ്പുഴ പൊമ്പ്രയിലാണ് സംഭവം. 2 മണിക്കൂറോളം ഫയർഫോഴ്സും കരിമ്പുഴ ട്രോമ കെയറും നാട്ടുകാരും പരിശ്രമിച്ചാണ് യുവാവിനെ താഴെ ഇറക്കിയത്. പൊമ്പ്ര ക്രിസ്ത്യൻ പള്ളിക്ക് സമീപം സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ മരം മുറിക്കുകയായിരുന്ന നാവൂരാൻ ഹൗസിൽ അൻസാറിൻ്റെ കാലാണ് കുടുങ്ങിയത്. മരം മുറിക്കുമ്പോൾ മുറിഞ്ഞ കൊമ്പ് സമീപത്തുള്ള തെങ്ങിൽ തട്ടി തിരിച്ചു വന്ന കാലിനും മരത്തിനും ഇടയിൽ കുടുങ്ങുകയായിരുന്നു. ഏകദേശം 2 മണിക്കൂറോളം ഫയർഫോഴ്സും കരിമ്പുഴ ട്രോമ കെയറും നാട്ടുകാരും പരിശ്രമിച്ചാണ് അൻസാറിനെ മരത്തിൽ നിന്ന് ഇറക്കിയത്. മണ്ണാർക്കാട് ഫയർ സ്റ്റേഷൻ ഓഫീസർ സുൽഫി ഇബ്രാഹിമിൻ്റെ നേതൃത്വത്തിലായിരുന്നു രക്ഷാപ്രവർത്തനം. പരിക്കേറ്റ അൻസാറിനെ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇടവേള. വാർത്തകൾ തുടരുന്നു. VK ശ്രീകണ്ഠൻ MP അനുവദിച്ച 1 കോടി രൂപ വിനിയോഗിച്ച് മണ്ണാർക്കാട് താലൂക്ക് ആശുപത്രിയിൽ നിർമ്മിച്ച പുതിയ മെഡിക്കൽ ICUവിൻ്റെയും ഡയാലിസിസ് യൂണിറ്റിൻ്റെയും ഉദ്ഘാടനം മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല നിർവഹിച്ചു. MP ഫണ്ട് കൂടുതൽ ജനോപകാരപ്രദമായ പദ്ധതികൾക്ക് ചെലവഴിച്ച MPയാണ് VK ശ്രീകണ്ഠൻ എന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. 14 ഡയാലിസിസ് യൂണിറ്റുകൾ പ്രവർത്തിപ്പിക്കാൻ കഴിയുന്ന വിധത്തിലാണ് പുതിയ ഡയാലിസിസ് യൂണിറ്റ് സജ്ജീകരിച്ചിട്ടുള്ളത്.
തിരുവനന്തപുരം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സത്യസായി ബാബ ഫൗണ്ടേഷൻ സായി ഗ്രാമം 2 ഡയാലിസിസ് മെഷീനുകൾ മണ്ണാർക്കാട് ആശുപത്രിക്ക് നൽകാമെന്ന് സമ്മതിച്ചിട്ടുണ്ടെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. കാര്യങ്ങൾ പറയുന്നില്ല. ഫലപ്രദമായി ജനങ്ങളുടെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കാൻ ഷംസുദ്ദീന് സാധിക്കുന്നു. നിയമസഭയ്ക്കകത്ത് പുറത്തും ഇപ്പം ഞങ്ങൾ നോക്കുകയായിരുന്നു ഒരു ഹൈമാസ്റ്റ് ലൈറ്റ്. ഇതുപോലെ എവിടെ ചെന്നാലും MLAയുടെ ഏതെങ്കിലും ഒരു സ്ഥാപനം നമുക്ക് കാണാൻ കഴിയും. MPയുടെ നേതൃത്വം ഒരു രംഗത്ത് കാണാൻ കഴിയും. ഇതാണ് ജനപ്രതിനിധികൾക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ളത്. ഞാൻ ഇവർ രണ്ടുപേരെയും അഭിനന്ദിക്കുന്നു. ഈ മണ്ണാർക്കാടിൻ്റെ വികസനത്തിന് അവർ നൽകിയിട്ടുള്ള മഹത്തായ സംഭാവനകളെ മുക്തകണ്ഠം പ്രശംസിക്കുന്നു. ഈ ആശുപത്രിയുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ പുതിയ 1 കോടി രൂപ മുടക്കി MP ഫണ്ടിൽ മുടക്കി. VK ശ്രീകണ്ഠൻ MP അധ്യക്ഷത വഹിച്ചു. N ഷംസുദ്ദീൻ MLA, നഗരസഭാ ചെയർമാൻ C മുഹമ്മദ് ബഷീർ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് V പ്രീത, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ രാജൻ ആമ്പാടത്ത്, A ഷൗക്കത്ത് അലി, സജന സത്താർ, ജസീന അക്കര, നഗരസഭാ ഉപാധ്യക്ഷ K പ്രസീദ, നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷരായ C ഷഫീഖ് റഹ്മാൻ, K ബാലകൃഷ്ണൻ, മാസിദ സത്താർ, ഹംസ കുറുവണ്ണ, മത്സലാകുമാരി, കൗൺസിലർ മുഹമ്മദ് ഇബ്രാഹിം, നഗരസഭാ സെക്രട്ടറി M സതീഷ് കുമാർ എന്നിവർ സംസാരിച്ചു. സംസ്ഥാനത്ത് ഈ വർഷത്തെ SLC പരീക്ഷയ്ക്ക് തുടക്കമായി. 4.27 ലക്ഷം വിദ്യാർത്ഥികളാണ് ഇത്തവണ പരീക്ഷ എഴുതുന്നത്. കേരളത്തിന് പുറത്ത് ഗൾഫിലും ലക്ഷദ്വീപിലും പരീക്ഷാ കേന്ദ്രങ്ങളുണ്ട്. സംസ്ഥാനത്ത് വേനൽ ചൂടിനൊപ്പം പരീക്ഷാ ചൂടും. ഈ വർഷത്തെ SSLC പരീക്ഷകൾക്ക് തിങ്കളാഴ്ച തുടക്കമായി. 2971 കേന്ദ്രങ്ങളിലായി 4.27 ലക്ഷം വിദ്യാർത്ഥികളാണ് ഇത്തവണ SSLC പരീക്ഷ എഴുതുന്നത്. രാവിലെ 9:30 മുതൽ 11:15 വരെയാണ് പരീക്ഷ. 1ാം ഭാഷയായിരുന്നു ആദ്യ പരീക്ഷ. ഈ മാസം 25-ന് പരീക്ഷ അവസാനിക്കും. ലക്ഷദ്വീപിൽ 9ഉം ഗൾഫിൽ 7ഉം പരീക്ഷാ കേന്ദ്രങ്ങളുണ്ട്. ഏപ്രിൽ 3 മുതൽ 20 വരെ 2 ഘട്ടങ്ങളിലായാണ് മൂല്യനിർണ്ണയം നടക്കുക. മെയ് 2ാം വാരം ഫലപ്രഖ്യാപനമുണ്ടായേക്കും. സർക്കാർ സ്കൂളുകളിൽ നിന്ന് 1,43,557 കുട്ടികളും എയ്ഡഡ് സ്കൂളുകളിൽ നിന്ന് 2,55,360 കുട്ടികളും അൺഎയ്ഡഡ് സ്കൂളുകളിൽ നിന്ന് 28,188 കുട്ടികളും പരീക്ഷ എഴുതുന്നുണ്ട്. ഗൾഫ് മേഖലയിൽ 536 കുട്ടികളും ലക്ഷദ്വീപ് മേഖലയിൽ 285 പേരും പരീക്ഷ എഴുതുന്നു. മലപ്പുറം റവന്യൂ ജില്ലയിലെ മലപ്പുറം വിദ്യാഭ്യാസ ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ പേർ പരീക്ഷ എഴുതുന്നത്. 28,180 പേർ. ഏറ്റവും കുറച്ചു പേർ പരീക്ഷ എഴുതുന്നത് ആലപ്പുഴ റവന്യൂ ജില്ലയിലെ കുട്ടനാട് വിദ്യാഭ്യാസ ജില്ലയിലാണ്. 1,843 പേർ. പാലക്കാട് ജില്ലയിൽ 195 കേന്ദ്രങ്ങളിലായി 39,667 വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതുന്നുണ്ട്. ഏറ്റവും കൂടുതൽ കുട്ടികൾ പരീക്ഷ എഴുതുന്നത് പാലക്കാട് GMM GHSSലാണ്. പരീക്ഷ സുഗമമാക്കുന്നതിന് ജില്ലാതലത്തിലും സംസ്ഥാന തലത്തിലും ഹെൽപ്പ് ഡെസ്കുകളും പ്രവർത്തിക്കുന്നുണ്ട്. ആദ്യ പരീക്ഷ പൊതുവെ എളുപ്പമായിരുന്നെന്ന് വിദ്യാർത്ഥികൾ പ്രതികരിച്ചു. പരീക്ഷ സിമ്പിളായിരുന്നു. മോഡൽ എക്സാം വല്ലപ്പുഴ സർവീസ് സഹകരണ ബാങ്ക് വൈസ് പ്രസിഡന്റായി കോൺഗ്രസിലെ കളത്തിൽ മൊയ്തുട്ടി എന്ന മാനയെ തെരഞ്ഞെടുത്തു. UDF ധാരണ പ്രകാരമാണ് വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടന്നത്. UDF ഭരിക്കുന്ന വല്ലപ്പുഴ സർവീസ് സഹകരണ ബാങ്കിൽ മുന്നണി ധാരണ പ്രകാരം വൈസ് പ്രസിഡന്റ് രാജിവെച്ച ഒഴിവിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. തിങ്കളാഴ്ച രാവിലെ ബോർഡ് യോഗം ചേർന്ന ഐക്യകണ്ഠേനയാണ് കോൺഗ്രസിലെ കളത്തിൽ മൊയ്തുട്ടി എന്ന മാനയെ വൈസ് പ്രസിഡന്റായി തെരഞ്ഞെടുത്തത്. ഒറ്റപ്പാലം AR ഓഫീസിലെ സെയിൽസ് ഓഫീസർ സന്തോഷ് കുമാർ റിട്ടേണിംഗ് ഓഫീസറായി. ബാങ്ക് പ്രസിഡന്റ് രായൻ കീഴ്ശ്ശേരി, മുൻ ബാങ്ക് പ്രസിഡന്റ് കളത്തിൽ അഷ്റഫ്, മുൻ വൈസ് പ്രസിഡന്റ് ബഷീർ, ഡയറക്ടർമാരായ അബ്ദുൽ സലാം, ഉണ്ണികൃഷ്ണൻ, രാജീവ്, കബീർ, ഉബൈദ്, വീരാൻ മാസ്റ്റർ, റസിയ, ജലജ, റംലത്ത്, DCC സെക്രട്ടറി PK ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ, നേതാക്കളായ M വിജയകുമാർ, മുൻ ബാങ്ക് പ്രസിഡന്റ് PK കോയ, വല്ലപ്പുഴ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് K അബ്ദുറഹ്മാൻ, കളത്തിൽ കബീർ, സെക്രട്ടറി അഷ്റഫ് അലി എന്നിവരും യോഗത്തിൽ പങ്കെടുത്തു. ബാങ്കിനെ കൂടുതൽ ഉന്നതിയിലെത്തിക്കാൻ ഭരണസമിതിയോടൊപ്പം ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുമെന്ന് വൈസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട കളത്തിൽ മൊയ്തുട്ടി പറഞ്ഞു. ധനകാര്യ സ്ഥാപനങ്ങളാണ് സഹകരണ ബാങ്കുകൾ. അത്തരത്തിലൊരുപാട് പദ്ധതികൾ ഈ ഭരണസമിതി ആസൂത്രണം ചെയ്തത് കുറേ നടപ്പിലാക്കിയിട്ടുണ്ട്. ഇനിയും കുറച്ച് നടപ്പിലാക്കാൻ ബാക്കിയുണ്ട്. അതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും ദ്രുതഗതിയിലാക്കുവാനുള്ള എല്ലാവിധ പരിശ്രമങ്ങളും ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ഒറ്റക്കെട്ടായിക്കൊണ്ട് തന്നെ ഉണ്ടാവും. ബാങ്കിൻ്റെ സൽപ്പേര് പൊതുജനങ്ങളിൽ നിന്ന് വർദ്ധിപ്പിച്ചെടുക്കുന്നതിനും പൊതുജനങ്ങളെ, സാധാരണക്കാരായ ജനങ്ങളെ നമ്മുടെ ഈ ധനകാര്യ സ്ഥാപനത്തിലേക്ക് ആകർഷിപ്പിക്കുന്ന രീതിയിലുള്ള പല പദ്ധതികളും ഈ ഭരണസമിതി ആസൂത്രണം ചെയ്തിട്ടുണ്ട്.
അതൊക്കെ സമയബന്ധിതമായി നടപ്പിലാക്കാനുള്ള എല്ലാ ശ്രമങ്ങളും ഒറ്റക്കെട്ടായിക്കൊണ്ട് കൂട്ടായി ചേർന്നുകൊണ്ട് തന്നെ നടപ്പിലാക്കാനുള്ള എല്ലാവിധ ശ്രമങ്ങളും ഈ ഭരണസമിതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവും എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ നിങ്ങളോട് പറയാനുള്ളത്. ഭരണസമിതിയുടെ കൂട്ടായ പരിശ്രമമാണ് ബാങ്കിനെ വിജയത്തിലേക്ക് നയിക്കുന്നതെന്ന് പ്രസിഡന്റ് രായൻ കീഴ്ശ്ശേരിയും പറഞ്ഞു. വളരെ നല്ല തീരുമാനങ്ങളെടുത്ത് ബാക്കി ഡയറക്ടർമാരുടെ സഹകരണത്തോട് കൂടിയിട്ട് ഈ ബാങ്കിനെ ഉന്നതിയിൽ നിന്നും ഉന്നതിയിലേക്ക് എത്തിക്കുന്നതിനായി കൂട്ടായ പരിശ്രമം ഉണ്ടാകും എന്ന് ഉറപ്പു തരികയാണ്. ഒറ്റപ്പാലം താലൂക്കിൽ 17 സഹകരണ ബാങ്കുകൾ ഉണ്ടായിരുന്നതിൽ 2024 ഡിപ്പോസിറ്റ് ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ കഴിഞ്ഞ ഏക ബാങ്ക് വല്ലപ്പുഴ സർവീസ് സഹകരണ ബാങ്കാണ്. ആ കാര്യത്തിൽ ഞങ്ങൾക്ക് വളരെ അഭിമാനമുണ്ട്. ഇനിയും ബാങ്കിൻ്റെ പുരോഗമനവും ജനങ്ങളോടുള്ള സഹകരണവും വെച്ച് പുലർത്തിക്കൊണ്ട് ബാങ്കിനെ ഉന്നതിയിൽ നിന്നും ഉന്നതിയിലേക്ക് എത്തിക്കുന്നതിനു വേണ്ടി UDF സംവിധാനത്തിൽ കൂട്ടായ എല്ലാ പരിശ്രമങ്ങളും നടത്തുമെന്ന് ഉറപ്പു നൽകുന്നു. പുതിയ വൈസ് പ്രസിഡന്റിനെ ഡയറക്ടർ ബോർഡ് അംഗങ്ങളും പാർട്ടി നേതാക്കളും അഭിനന്ദിച്ചു. ചെറുപ്പളശ്ശേരി അയ്യപ്പൻകാവിലെ 8ാം വിളക്കുത്സവം ഭക്തി നിർഭരമായി. രാവിലെ ചേരനല്ലൂർ ശങ്കരൻകുട്ടിമാരാരും സംഘവും നയിച്ച പഞ്ചാരി മേളത്തിൻ്റെ അകമ്പടിയിൽ ശിവേലി നടന്നു. തുടർന്ന് കഞ്ഞിസദ്യയുമുണ്ടായിരുന്നു. വാദ്യപ്പെരുമഴ തീർത്താണ് ചെർപ്പളശ്ശേരി അയ്യപ്പൻകാവിൽ ഉത്സവത്തിൻ്റെ ഭാഗമായുള്ള 8ാം വിളക്ക് ആഘോഷിച്ചത്. രാവിലെ ചേരനെല്ലൂർ ശങ്കരൻകുട്ടിമാരാരും സംഘവും നയിച്ച പഞ്ചാരിമേളത്തിൻ്റെ അകമ്പടിയിൽ ശീവേലി നടന്നു. തുടർന്ന് 8ാം വിളക്കിൻ്റെ പ്രധാന ചടങ്ങായ കഞ്ഞിസദ്യയുമുണ്ടായി. ആയിരങ്ങളാണ് കഞ്ഞിസദ്യയിൽ പങ്കെടുത്തത്. ഉച്ചയ്ക്ക് ശേഷം ചോറ്റാനിക്കര വിജയന്മാരാർ, ചെർപ്പളശ്ശേരി ശിവൻ, പല്ലാവൂർ രാഘവ പിഷാരടി, മച്ചാട് ഉണ്ണിനായർ, തിരുവില്ലാമല ഹരി എന്നിവരുടെ പ്രമാണത്വത്തിൽ പഞ്ചവാദ്യവും അരങ്ങേറി. രാത്രി കല്ലേക്കുളങ്ങര അച്യുതൻകുട്ടിമാരാർ, കല്ലൂർ രാമൻകുട്ടിമാരാർ എന്നിവരുടെ ഇരട്ട തായമ്പകയുമുണ്ടായി. നിരവധി ഭക്തരാണ് 8ാം വിളക്ക് ദിവസം ക്ഷേത്രത്തിലെത്തിയത്. ചൊവ്വാഴ്ച രാത്രി 8-ന് പ്രധാന ചടങ്ങായ പള്ളിവേട്ട നടക്കും. മാർച്ച് 6-ന് രാത്രി ആറാട്ടോടുകൂടി ഉത്സവം സമാപിക്കും. വയനാട് പൂക്കോട് വെറ്റിനറി കോളേജിൽ ക്രൂര പീഡനത്തിനും ആൾക്കൂട്ട വിചാരണയ്ക്കും ഇരയായ ശേഷം മരിച്ച സിദ്ധാർത്ഥന് നീതി ലഭ്യമാക്കണമെന്നും കുറ്റക്കാർക്ക് കടുത്ത ശിക്ഷ നൽകണമെന്നും ആവശ്യപ്പെട്ട UDSF വിദ്യാർത്ഥികൾ പെരിന്തൽമണ്ണ ഗവൺമെൻറ് പോളിടെക്നിക് കോളേജിൽ പ്രതിഷേധിച്ചു. UDSF യൂണിറ്റ് പ്രസിഡന്റ് ജംഷീർ AC, സെക്രട്ടറി സൽമാൻ KT, ട്രഷറർ സ്വാലിഹ്, വൈസ് പ്രസിഡന്റ് ഫിദ എന്നിവർ സംസാരിച്ചു. ഷാദിറ, ആദിത്യൻ, നാഫിഹ്, നൌഷാദ്, അൻഷാദ്, തക്വ തുടങ്ങിയവർ നേതൃത്വം നൽകി. നടന്ന ഒരു സംഭവം, സിദ്ധാർത്ഥിൻ്റെ നമ്മളെ പോലെ ഒരു വിദ്യാർത്ഥിയാണ് സിദ്ധാർത്ഥിൻ്റെ അമ്മയ്ക്കും അച്ഛൻ നിരവധി സ്വപ്നങ്ങൾ ഉണ്ടാവും. അതേപോലെ നമ്മളെ പോലെയുള്ള ഒരു വിദ്യാർത്ഥിയാണ്. ആ ഒരു വിദ്യാർത്ഥിയെ ക്യാമ്പസ് വന്നിട്ട് കേവലം SFIയുടെ യൂണിറ്റ് പ്രസിഡന്റ് സെക്രട്ടറിയും ആ സിദ്ധാർത്ഥിനെ തൂക്കിയിട്ടു. എന്താ ഒരു മനുഷ്യനെ ചെയ്യാവുന്നതിനപ്പുറം റാഗിങ് ചെയ്തു. എന്നിട്ട് അവസാനം ഒരു തുള്ളി വെള്ളം കൂടി കൊടുക്കാതെയാണ് ആ ഒരു വിദ്യാർത്ഥിയെ, സിദ്ധാർത്ഥൻ എന്ന് പറയാൻ വിദ്യാർത്ഥിയെ SFIയുടെ നേതൃത്വം
നേതൃത്വം കൊലപ്പെടുത്തിയത്. SFIക്കാർ ഈ ക്യാമ്പസിൽ കേരളത്തിലെ എല്ലാ ക്യാമ്പസുകളിലും SFIയുടെ ഒരു പൊതു സ്വഭാവം ഇത് തന്നെയാണ്. എന്തിനു വേറെ പറയണു, ഈ പെരിന്തൽമണ്ണ കോളേജിൽ വരെ, ഈ പെരിന്തൽമണ്ണ പോളിയിൽ വരെ ഇന്നേ വരെ ഇതര വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളിൽ പ്രവർത്തിച്ച ഒരു വിദ്യാർത്ഥിയും ഈ SFIയുടെ ഒരു റാഗിങ്ങിന് മറ്റു കാര്യങ്ങളിൽ ഇടപെടാതെ പോയിട്ടില്ല. കാരണം അവർക്ക് പേടിയാണ്, SFIക്ക് പേടിയാണ്. മറ്റു പ്രസ്ഥാനങ്ങൾ ഇവിടെ പ്രവർത്തിച്ചു വന്നാൽ അവരിവിടെ യൂണിയൻ പിടിക്കും, അവരെ പ്രവർത്തിക്കാൻ സമ്മതിക്കാൻ പാടില്ല എന്നൊരു നിലപാടിലാണ് നിലവിൽ കോളേജിലെ SFIയും അതേപോലെ കോളേജിനെ സപ്പോർട്ട് ചെയ്യുന്ന പുറത്തുള്ള SFIൻ്റെ നേതൃത്വം ഇന്നേ വരെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ ഇന്ന് ഒരു പ്രതിഷേധം വെക്കുകയാണ്. ഇന്ന് നമ്മുടെ സഹപാഠിയായി കണക്കാക്കപ്പെടാവുന്ന നമ്മുടെ സിദ്ധാർത്ഥന് വേണ്ടി ഒരു നീതിക്കായാണ് നമ്മൾ പ്രതിഷേധം ഒരുക്കുന്നത്. ഇത്തരം പറഞ്ഞുകൊണ്ട് കടമ്പഴിപ്പുറം ഗവൺമെന്റ് UP സ്കൂളിന്റെ 103-ാം വാർഷികാഘോഷവും സർവീസിൽ നിന്നും വിരമിക്കുന്ന അധ്യാപിക PR രമയ്ക്കുള്ള യാത്രയപ്പം നടന്നു. വൈകുന്നേരം നടന്ന പൊതുസമ്മേളനം K. പ്രേംകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. ഇത്തരത്തിലുള്ള സ്കൂൾ വാർഷികങ്ങളൊക്കെ നാട് ഒരു ഉത്സവ അന്തരീക്ഷത്തിൽ മികച്ച നിലയിൽ സംഘടിപ്പിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കുട്ടികളും രക്ഷിതാക്കളും നാട്ടുകാരും പൂർവ്വ വിദ്യാർത്ഥികളും ഒക്കെ ഇവിടെ ഒത്തുചേർന്നിട്ടുള്ളത് എൻ്റെ പ്രസംഗം കേൾക്കുന്നതിനേക്കാൾ താല്പര്യമുള്ള കുട്ടികളുടെ കലാപരിപാടികൾ കാണാൻ വേണ്ടിയിട്ടാണ്. ഇവരിന് എപ്പോഴത് നിർത്താനാവോ എന്നുള്ള ഒരു മാനസികാവസ്ഥയിൽ ചിലരെങ്കിലും മുഖത്ത് കാണാനുണ്ട്. അപ്പോൾ ഞാനൊരു അധിക പ്രസംഗിയാവാൻ ഉദ്ദേശിക്കുന്നില്ല. 1-2 കാര്യങ്ങൾ മാത്രം സൂചിപ്പിച്ച് അവസാനിപ്പിക്കുന്നു. ഒന്ന്, രാജ്യത്ത് തന്നെ ഏറ്റവും മികച്ച പൊതുവിദ്യാഭ്യാസ പ്രവർത്തനം നടക്കുന്ന സമൂഹമാണ് കേരളീയ സമൂഹം. സർവീസിൽ നിന്ന് വിരമിക്കുന്ന അധ്യാപിക രമയുടെ ഫോട്ടോ അനാച്ഛാദനവും ഉപഹാര സമർപ്പണവും MLA നിർവഹിച്ചു. VK ശ്രീകണ്ഠൻ MP വിശിഷ്ടാതിഥിയായി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P. ശാസ്തകുമാർ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് K. ശ്രീലത, ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ P. സുബ്രഹ്മണ്യൻ, കടമ്പഴിപ്പുറം ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ C. നാരായണൻകുട്ടി, വാർഡ് മെമ്പർമാരായ MV അനീഷ്, സുനിത ഉദയൻ, PTA പ്രസിഡന്റ് ശ്രീജിത്ത്, PTA വൈസ് പ്രസിഡന്റ് ശ്രീകാന്ത്, SMC ചെയർമാൻ A. നാരായണൻ, പൂർവ്വ വിദ്യാർത്ഥി പ്രതിനിധി A. മോഹനകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് കുട്ടികളുടെ കലാപരിപാടികൾ അരങ്ങേറി. രാവിലെ സാംസ്കാരിക സമ്മേളനവും തുടർന്ന് കുട്ടികൾക്കുള്ള എൻഡോവ്മെന്റ് വിതരണവും നടന്നു. T. രാമകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു. തിരിച്ചുപിടിക്കാം മതനിരപേക്ഷ ഇന്ത്യയെ എന്ന മുദ്രാവാക്യമുയർത്തി പുരോഗമന കലാസാഹിത്യ സംഘം പാലക്കാട് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച സാംസ്കാരിക ജാഥയ്ക്ക് ശ്രീകൃഷ്ണപുരത്ത് സ്വീകരണം നൽകി. 2 ദിവസങ്ങളിലായാണ് ജാഥ സംഘടിപ്പിച്ചത്. K. ജയദേവൻ ക്യാപ്റ്റനും പ്രൊഫസർ CP ചിത്ര വൈസ് ക്യാപ്റ്റനുമായുള്ള പടിഞ്ഞാറൻ മേഖലാ ജാഥയ്ക്കാണ് ശ്രീകൃഷ്ണപുരത്ത് സ്വീകരണം നൽകിയത്. ജാഥ അംഗങ്ങളായ ശ്രീകൃഷ്ണപുരം കൃഷ്ണൻകുട്ടി, GP രാമചന്ദ്രൻ, E. രാമചന്ദ്രൻ, ജനാർദ്ദനൻ പുതുശ്ശേരി, മണ്ണൂർ ചന്ദ്രൻ, P. സന്ധ്യ, K. ജനാർദ്ദനൻ, DB രഘുനാഥൻ, MR സുനിൽ, CK ജയശ്രീ, സംഘാടക സമിതി അംഗങ്ങളായ AP കേലു, NP പ്രിയേഷ്, അഡ്വക്കേറ്റ് MR പ്രദീപ് എന്നിവർ സംസാരിച്ചു. വിവിധ കേന്ദ്രങ്ങളിലെ സ്വീകരണങ്ങൾക്ക് ശേഷം ജാഥ മണ്ണാർക്കാട് സമാപിച്ചു. നാം പോരടിച്ച് നേടിയെടുത്ത സ്വാതന്ത്ര്യം 1947 ഇന്ത്യയും പാകിസ്ഥാനുമായിട്ട് ആ രാജ്യം വിഭജിക്കപ്പെടുമ്പോൾ ഇന്ത്യ എന്ന മഹാരാജ്യത്തെക്കുറിച്ച് വലിയ സ്വപ്നങ്ങളും ആ രാജ്യത്തെ എന്താക്കി മാറ്റണം എന്നുള്ള വളരെ കൃത്യമായ ദിശാബോധവുമുള്ള ആ കാലഘട്ടത്തിലെ നേതാക്കന്മാർ വളരെ ബോധപൂർവമാണ് ഇന്ത്യയെ ഒരു മതനിരപേക്ഷ ജനാധിപത്യ രാഷ്ട്രമാക്കി മാറ്റാനുള്ള ശ്രമങ്ങൾ നടത്തിയത്. സഹപ്രവർത്തകന്റെ 14-ാം സ്മൃതി വർഷവും രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു ഡിവൈഎഫ്ഐ എടത്തനാട്ടുകര മേഖലാ ജോയിന്റ് സെക്രട്ടറിയായിരുന്ന TP സിദ്ദീഖിന്റെ ഓർമ്മയ്ക്കായാണ് തുടർച്ചയായ 13-ാം വർഷവും മേഖലാ കമ്മിറ്റി ക്യാമ്പ് സംഘടിപ്പിച്ചത്. സഹപ്രവർത്തകന്റെ വേർപാടിൽ അദ്ദേഹത്തിന്റെ ഓർമ്മ ദിവസം രക്തദാനത്തിനായി മാറ്റിവെക്കുകയാണ് ഡിവൈഎഫ്ഐ എടത്തനാട്ടുകര മേഖലാ കമ്മിറ്റി. ഡിവൈഎഫ്ഐയുടെ എടത്തനാട്ടുകര മേഖലാ കമ്മിറ്റി ജോയിന്റ് സെക്രട്ടറിയായിരുന്ന TP സിദ്ദീഖ് 13 വർഷം മുന്നേ ബൈക്കപകടത്തിലാണ് മരണപ്പെട്ടത്. തുടർന്നുള്ള എല്ലാ വർഷവും അദ്ദേഹത്തിൻ്റെ ഓർമ്മ ദിവസം ഡിവൈഎഫ്ഐ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു വരുന്നുണ്ട്. ഇത്തവണയും പതിവ് തെറ്റിച്ചില്ല. ക്യാമ്പ് വിപുലമായി തന്നെ നടന്നു. പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയുമായി സഹകരിച്ച് സംഘടിപ്പിച്ച ക്യാമ്പ് ഡിവൈഎഫ്ഐ പാലക്കാട് ജില്ലാ സെക്രട്ടറി KC റിയാസുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. ഇവിടെ പരിമിതപ്പെടുത്തിയ എണ്ണമാണ് രക്തം എടുക്കാൻ കഴിയുക എന്നുണ്ടെങ്കിലും 100 കണക്കിന് ആളുകളാണ് രക്തം നൽകാൻ തയ്യാറായിട്ട് ഇതിനോടകം തന്നെ ഈ ക്യാമ്പിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ജീവിച്ചിരുന്ന കാലത്ത് ഈ നാടിന് എത്രമേൽ പ്രിയപ്പെട്ടവനായിരുന്നോ സിദ്ദീഖ്, അതിൽ പരം പ്രിയപ്പെട്ടവനായി ഒരു പതിറ്റാണ്ടിനപ്പുറവും ഈ എടത്തനാട്ടുകര ഗ്രാമം, ഈ നാട്, ഈ നാട്ടിലെ സഖാക്കൾ
രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ ആളുകളും സിദ്ദീഖിനെ ഓർക്കുന്നു എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഡിവൈഎഫ്ഐ മുൻ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം എം ജിനേഷ്, ഡിവൈഎഫ്ഐ മണ്ണാർക്കാട് ബ്ലോക്ക് കമ്മിറ്റി അംഗം എം കൃഷ്ണകുമാർ, മേഖലാ പ്രസിഡന്റ് അമീൻ മഠത്തൊടി, മുൻ മേഖലാ പ്രസിഡന്റ് കെ സന്ദീപ്, മേഖലാ ട്രഷറർ വി ടി ഷിഹാബ്, മേഖലാ ജോയിന്റ് സെക്രട്ടറിമാരായ ജാഫർ, ശിവപ്രകാശ്, വൈസ് പ്രസിഡന്റുമാരായ ഗഫൂർ കുരിക്കൽ, രാജേഷ്, സെക്രട്ടേറിയറ്റ് അംഗം അൻഫാൽ, അലനല്ലൂർ പഞ്ചായത്ത് അംഗം അക്ബർ അലി പാറക്കോട്ട്, മേഖലാ കമ്മിറ്റി അംഗങ്ങളായ ജംഷീർ, പ്രകാശൻ, SFI ലോക്കൽ സെക്രട്ടറി സനൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. നിരവധി യുവാക്കളാണ് രക്തം ദാനം ചെയ്യാനായി എത്തിയത്. എടത്തനാട്ടുകരയിലെ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക, സഹകരണ മേഖലയിൽ നിറസാന്നിധ്യവും പൊതുജനങ്ങൾക്ക് ഏറെ സ്വീകാര്യനുമായ വ്യക്തിത്വമായിരുന്നു TP സിദ്ദീഖ്. മാർച്ച് 7 അനുസ്മരണ പൊതുയോഗവും നടക്കുന്നുണ്ട്. വലിയ രീതിയിലെ പിന്തുണയാണ് ഈ സിദ്ദീഖിൻ്റെ ഈ 14ാമത് അനുസ്മരണത്തിൻ്റെ ഭാഗമായി നടത്തുന്ന പരിപാടികൾക്കെല്ലാം എടത്തനാട്ടുകരയിലെ ജനതയിൽ നിന്ന് ലഭിക്കുന്നത് എന്നുള്ള സന്തോഷം ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. രക്തദാന ക്യാമ്പിന്റെ പ്രചരണാർത്ഥം കഴിഞ്ഞ ദിവസം ഏകദിന ഫുട്ബോൾ മേളയും സംഘടിപ്പിച്ചിരുന്നു. ഒരു ഇടവേള കൂടി. വാർത്തകൾ തുടരുന്നു. ചെറുപ്പളശ്ശേരിയിൽ വീണ്ടും മെഗാ ജോബ് ഫെയർ. മലബാർ പോളിടെക്നിക് ക്യാമ്പസിൽ വെച്ച് മാർച്ച് 10 ഞായറാഴ്ചയാണ് ജോബ് ഫെയർ സംഘടിപ്പിച്ചിട്ടുള്ളത്. 50-ൽ പരം കമ്പനികൾ ജോബ് ഫെയറിൽ പങ്കെടുക്കുമെന്ന് ക്യാമ്പസ് അധികൃതർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കേരളത്തിലെ എല്ലാ പോളിടെക്നിക് വിദ്യാർത്ഥികളെയും മലപ്പുറം, പാലക്കാട് ജില്ലയിലെ ആർട്സ് ആൻഡ് സയൻസ് വിദ്യാർത്ഥികളെയും പങ്കെടുപ്പിച്ചുകൊണ്ടാണ് ചെറുപ്പശ്ശേരി മലബാർ പോളിടെക്നിക് ക്യാമ്പസിൽ വെച്ച് മാർച്ച് 10 മെഗാ ജോബ് ഫെയർ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഡിഗ്രി, ഡിപ്ലോമ മേഖലയിൽ 2024-ൽ വിദ്യാഭ്യാസം പൂർത്തിയായ വിദ്യാർത്ഥികൾക്കും 2021 മുതൽ ഡിഗ്രി, ഡിപ്ലോമ പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾക്കും തൊഴിൽ ഉറപ്പാക്കുക എന്നതാണ് ജോബ് ഫെയർ കൊണ്ട് ലക്ഷ്യമിടുന്നതെന്ന് ക്യാമ്പസ് അധികൃതർ പറഞ്ഞു. ഇന്ത്യയിലെ പ്രമുഖ കമ്പനികൾ പങ്കെടുക്കുന്ന ജോബ് ഫെയറിൽ 3000-ലധികം തൊഴിലവസരങ്ങൾ ഉണ്ടാകുമെന്നും മാർച്ച് 5 വൈകിട്ട് 4 മണി വരെ പങ്കെടുക്കാൻ താൽപ്പര്യമുള്ളവർക്ക് രജിസ്റ്റർ ചെയ്യാമെന്നും ക്യാമ്പസ് അധികൃതർ അറിയിച്ചു. മലപ്പുറം ജില്ല, പാലക്കാട് ജില്ല, തൃശ്ശൂർ ജില്ല, ഈ 3 ജില്ലകളിൽ നിന്ന് ഡിഗ്രി, ഡിപ്ലോമ പൂർത്തിയാക്കിയ വിദ്യാർത്ഥികളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് നമ്മൾ ഈ 10-ാം തീയതി 2024 മാർച്ച് 10 നമ്മുടെ ക്യാമ്പസിൽ വെച്ച്, പോളിടെക്നിക് ക്യാമ്പസിൽ വെച്ച് നമ്മളൊരു മെഗാ ജോബ് ഫെയർ സംഘടിപ്പിക്കുകയാണ്. മുൻകാലങ്ങളിലും ഞങ്ങൾ നമ്മുടെ ഈ സ്ഥാപനം വളരെ ഈ നിലയിലുള്ള ജോബ് ഫെയർ സംഘടിപ്പിച്ചിരുന്നു. അതിൽ വലിയ റിസൾട്ടാണ് സ്ഥാപനത്തിന് വിവിധ കമ്പനികളിൽ നിന്ന് ലഭ്യമായത്. ഒരുപാട് വിദ്യാർത്ഥികളെ, ഒരുപാട് പാസ് ഔട്ടായ വിദ്യാർത്ഥികളെ അവരുടെ ജോബ് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി ആ ജോബ് ഫെയറിലൂടെ നമുക്കൊരു പരിധിവരെ സാധിച്ചിട്ടുണ്ട്. ഇപ്രാവശ്യം 2000-ലധികം ഉദ്യോഗാർത്ഥികൾ ജോബ് ഫെയറിൽ പങ്കെടുക്കുന്നതിനുള്ള രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയിട്ടുണ്ട്. 3000-ലധികം തൊഴിലവസരങ്ങൾ റിപ്പോർട്ട് ചെയ്ത ജോബ് ഫെയറിൽ 2000-ലധികം വിദ്യാർത്ഥികൾ വളരെ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് അവർ നമ്മളെ ഫെയറിൽ പങ്കെടുക്കുന്നു. അപ്പോൾ നമ്മുടെ സ്ഥാപനത്തെ സംബന്ധിച്ച് വർഷാവർഷം ഞങ്ങൾ ഈ നടത്തുന്ന ഈ പരിപാടി ഒരു ഉത്സവ പ്രതീതിയോടുകൂടിയാണ് നടത്താറുള്ളത്. ബാക്കി 34 കമ്പനി ഡിപ്ലോമ വിദ്യാർത്ഥികൾ. കഴിഞ്ഞ വർഷം ഞങ്ങൾ ഡിപ്ലോമ മാത്രമാണ് നടത്തിയിരുന്നത്. അപ്പോൾ അന്ന് ഈ പറഞ്ഞ പ്രസ് കോൺഫറൻസിൽ നിന്നൊരു ആശയമാണ് ഡിഗ്രി വിദ്യാർത്ഥികൾ കൂടി നടത്തിക്കൂടെ എന്നുള്ളൊരു ഇതുകൊണ്ടാണ് ഈ കൊല്ലം ഡിഗ്രി വിദ്യാർത്ഥികളെയും കൂടി ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ 3000-ന് മുകളിൽ വേക്കൻസികളുണ്ട്. അപ്പോൾ അതിൽ ഈ പറഞ്ഞ മാതിരി ഡിഗ്രി തലത്തിലെ വിദ്യാർത്ഥികളുടെ അധികവും നമ്മളുടെ ഈ ഓൾ കേരള ഇതിലുള്ളൂ. പാലക്കാട്, എറണാകുളം, തൃശ്ശൂർ, ചിലവർ പറഞ്ഞ അലനല്ലൂർ, പെരിന്തൽമണ്ണ, മലപ്പുറം, അങ്ങനത്തെ ഇതിലുള്ളൂ. ഒരു കമ്പനി അതിൽ വരുന്നത് ഗ്രാൻഡ് ഹൈപ്പർ മാർക്കറ്റ് എന്ന് പറയുന്നത് അവർ വിദേശത്തെ കൂടിയും റിക്രൂട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഖത്തർ, ഒമാൻ, സൗദി അറേബ്യ, പിന്നെ മറ്റേ എന്താ പറയുക UAE, ഈ പറഞ്ഞ രാജ്യങ്ങൾക്കൊക്കെ അവരുടെ റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നുണ്ട്. പിന്നെ ഇതാണ് പ്രധാനപ്പെട്ടതിൽ. ഏകദേശം സാറ് നേരത്തെ പറഞ്ഞ മാതിരി ഇന്നത്തെ ഒരു കാലയളവിൽ 2000 രജിസ്ട്രേഷൻസ് ഇപ്പോൾ വന്നിട്ടുണ്ട്. നാളെ വൈകിട്ട് 4 മണി വരെയാണ് രജിസ്ട്രേഷൻ ഓപ്പൺ ആക്കിയത്. ശരിക്കും ഇന്ന് പോസ്റ്ററിൽ നിങ്ങൾക്ക് കാണാം 4 മണി ഇന്ന് എന്നുള്ളതാണ്. ഇന്ന് പ്രസ് കോൺഫറൻസ് വിളിച്ചുകൊണ്ട് തന്നെ ഒരു ദിവസം കൂടി എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്.
ആരെങ്കിലും ഏതെങ്കിലും കുട്ടികൾക്ക് രജിസ്റ്റർ ചെയ്യണമെങ്കിൽ 4 മണിൻ്റെ ഉള്ളിൽ രജിസ്റ്റർ ചെയ്യാം. മലബാർ എഡ്യൂക്കേഷണൽ ചാരിറ്റബിൾ ട്രസ്റ്റ് വൈസ് ചെയർമാൻ മരിക്കാർ മാരായമംഗലം, സെക്രട്ടറി അബ്ദുറഹ്മാൻ, പ്രിൻസിപ്പാൾ മുഹമ്മദ് സിറാജുദ്ദീൻ, വൈസ് പ്രിൻസിപ്പാൾ മുഹമ്മദ് സലീം, PRO മുഹമ്മദ് ഇസാഖ്, അധ്യാപകൻ അരുൺ R എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കേന്ദ്ര സർക്കാർ നാഫഡ് വഴി വിതരണം നടത്തുന്ന ഭാരത് റൈസ് പെരിന്തൽമണ്ണയിൽ വിതരണം ചെയ്തു. മിനി സിവിൽ സ്റ്റേഷൻ പരിസരത്ത് BJP ജില്ലാ ജനറൽ സെക്രട്ടറി B രതീഷ് ഉപഭോക്താവായ കുട്ടികൃഷ്ണന് നൽകി വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. മണ്ഡലം പ്രസിഡന്റ് GP മനോജ്, ജനറൽ സെക്രട്ടറി K സുബ്രഹ്മണ്യൻ, T ചന്ദ്രൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. 6 ടൺ അരിയാണ് പെരിന്തൽമണ്ണയിൽ വിതരണം ചെയ്തത്. കേൾവിയുടെ ലോകത്തേക്ക് തിരിച്ചെത്തിയവരും ഇവരുടെ കുടുംബാംഗങ്ങളും ലോക കേൾവി ദിനത്തിൽ സംഗമിച്ചു. ഉപയോഗശൂന്യമായി കിടക്കുന്ന ശ്രവണ സഹായികൾ മറ്റുള്ളവർക്ക് കേൾക്കാൻ ഉപയോഗ്യമാക്കുന്ന ശ്രവ്യം പദ്ധതിക്കും തുടക്കം കുറിച്ചു. പെരിന്തൽമണ്ണ അസന്റ് ENT ആശുപത്രിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച പരിപാടി PV അബ്ദുൽ വഹാബ് MP ഉദ്ഘാടനം ചെയ്തു. പെരിന്തൽമണ്ണ IMA ഹാളിൽ കാതോരം എന്ന പേരിലാണ് സംഗമം നടന്നത്. കോക്ലിയർ ഇംപ്ലാന്റ് ശസ്ത്രക്രിയയിലൂടെ കേൾവി തിരിച്ചു കിട്ടിയവരും ഇവരുടെ കുടുംബാംഗങ്ങളും ഉറ്റവരുമെല്ലാം സംഗമത്തിൽ പങ്കെടുത്തു. PV അബ്ദുൽ വഹാബ് MP കാതോരം സംഗമം ഉദ്ഘാടനം ചെയ്തു. കേൾവി കുറവുള്ളവരൊരു ഭാഗത്ത്, കേൾവിയുള്ള ആൾക്കാർ ചെയ്യുന്ന ബുദ്ധിമുട്ടുകൾ മറ്റത്. അപ്പോൾ ഈ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം എനിക്ക് സാധാരണ കുട്ടികളോടേക്കാൾ കൂടുതൽ അനുകമ്പ തോന്നാറ് പ്രത്യേകിച്ച് ഡിഫറൻ്റ് ഏബിൾഡ് പാരൻസ് ചെറുപ്പത്തിലേ ഇല്ലാത്തത്. പക്ഷേ ഇടയിൽ നമുക്ക് നഷ്ടപ്പെടുന്നതും ആദ്യമില്ലാത്ത രണ്ടാണ്. ഈ കാര്യത്തിൽ കുറേ ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ് വേറൊരു കാര്യം. ചെറുപ്പത്തിലെ കണ്ടുപിടിച്ചാൽ ഒരു പരിധിവരെ ഇത് മാറ്റാൻ സാധിക്കുമെന്ന് നമുക്ക് ഏകദേശം ഉറപ്പാണ്. ഒരു വയസ്സ് 2 വയസ്സിലൊക്കെ അറിയണമെന്നുണ്ട്, അല്ലെങ്കിൽ അതിന് മുമ്പ് അറിയാം. വേണ്ട കാര്യങ്ങളൊക്കെ ഡോക്ടർമാർക്ക് വളരെ വ്യക്തമായിട്ട് അറിയാൻ സാധിക്കും. തീരെ താല്പര്യം മൈൻഡ് സെറ്റ് മാറി. ഈ പ്രാവശ്യം ലോകാരോഗ്യ സംഘടന ഈ ദിനം ആചരിക്കുന്നത് നമ്മുടെ മൈൻഡ് സെറ്റ് മാറ്റാൻ. മൈൻഡ് സെറ്റ് മാറിയാൽ മറ്റതൊക്കെ മാറും. ചികിത്സ ഉണ്ടാവും, ചികിത്സ കൊടുക്കാൻ സാധിക്കും. ഉപയോഗശൂന്യമായി കരുതുന്ന ശ്രവണ സഹായികൾ കേൾവിയില്ലാത്തവർക്ക് ഉപയോഗ്യമാക്കുന്ന ശ്രവ്യം പദ്ധതിയും അസന്റ് ENT ആശുപത്രി തുടങ്ങി. നജീബ് കാന്തപുരം MLA ശ്രവ്യം പദ്ധതി ഉദ്ഘാടനം ചെയ്തു. പഞ്ചേന്ദ്രിയങ്ങളിൽ പ്രധാനമായ അനുഭവമാണ് എന്ന് കേൾക്കാത്തവർക്ക് മാത്രം അറിയാവുന്ന ഒരു വേദനയാണ്. മനോഹരമായൊരു പാട്ട് കേൾക്കുമ്പോൾ, മനോഹരമായ പക്ഷികളുടെ ശബ്ദം കേൾക്കുമ്പോൾ, ഒരു സൂര്യോദയ സമയത്ത് നമ്മൾ ആസ്വദിക്കുന്ന ശബ്ദങ്ങളുടെ വിന്യാസങ്ങൾ അത്രയും ഒരിക്കൽ പോലും ജീവിതത്തിൽ അനുഭവിക്കാൻ കഴിയാത്ത മനുഷ്യർക്ക് കൂടി ഈ ലോകം അവകാശപ്പെട്ടതാണ് എന്ന് തെളിയിക്കുകയാണ് അസന്റ് ഹോസ്പിറ്റലിൽ ഇവിടെ ചെയ്യുന്ന സാമൂഹ്യ പ്രവർത്തനം. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് AK മുസ്തഫ ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു. അസന്റ് ENT ആശുപത്രി ചെയർമാൻ ഡോക്ടർ ഷറഫുദ്ദീൻ PK ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. കേൾവിക്കുറവിൻ്റെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വേറെ ആർക്കും മനസ്സിലാവുന്നില്ല. അത് അനുഭവിക്കുന്ന ആൾക്ക് മാത്രമേ അതിൻ്റെ ഡെപ്തും അതിൻ്റെ സീരിയസ്നെസ്സും അതിൻ്റെ ആ വിഷമവും മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് തന്നെ ഇവർ പലപ്പോഴും തന്നെ മിക്കപ്പോഴും പുറത്തറിയാണ്ട് വിഷമിച്ച് കഷ്ടപ്പെട്ട്, കുട്ടികളാണെങ്കിൽ അവരുടെ പാരൻസും എല്ലാവരും അത് അനുഭവിച്ചാൽ തന്നെ അറിയുള്ളൂ. കാരണം അത് അനുഭവിക്കുന്ന 100 കണക്കിന് പാരൻസിനെയും ആളുകളെയും ഈ കഴിഞ്ഞ 10-24 വർഷമായിട്ട് കാണുന്നതും ചികിത്സിക്കുന്ന ഡോക്ടർ എന്നുള്ളവർക്ക് എനിക്ക് റീഡ് ചെയ്യാൻ കഴിയും അവരുടെ മനസ്സിലുള്ള വിഷമം. ആത്മഹത്യയുടെ വക്കിൽ നിന്ന് പോലും നമുക്ക് ആളുകളെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല. അവർക്ക് കേൾവി കിട്ടിയപ്പോൾ ആ ആത്മഹത്യാ ശ്രമങ്ങൾ ഒഴിവാക്കിയ കുറേ പേഷ്യൻസ് എൻ്റെ ഇത്രയും വർഷത്തിൻ്റെ എൻ്റെ ഓർമ്മകളിലുണ്ട്. ഈ കേൾവിക്കുറവുള്ളവർ സമൂഹം കാണുന്നില്ല എന്ന് മാത്രമല്ല, പലപ്പോഴും അധികാരികളും വേണ്ടപ്പെട്ടവരും ഹെൽത്ത് പ്രൊഫഷണൽസും കാണുന്നില്ല എന്നും കൂടെ ഈ കൂട്ടത്തിൽ ആഡ് ചെയ്യേണ്ടി. ഇൻവിസിബിൾ ഡിസബിലിറ്റി എന്ന് പറയുമ്പോൾ ഇൻവിസിബിൾ സൊസൈറ്റിയിൽ ഇൻവിസിബിൾ എന്ന് മാത്രമല്ല, പലപ്പോഴും അതിന് വേണ്ട ശ്രദ്ധ നമ്മൾ അധികാരികളിലും ഗവൺമെൻറ്റിലും നിയമ നിർമ്മാണങ്ങളിലും കൂടെ വേണം. അവിടെയും അത് ഇൻവിസിബിളായിട്ട് നിൽക്കുക എന്നുള്ളതാണ് ടു സം എക്സ്റ്റെൻറ്റ് കമ്പയർഡ് ടു നമ്മളിപ്പോൾ കാഴ്ചക്കുറവോ വേറെ വല്ല ഡിസബിലിറ്റീസ് ഓട്ടിസോ ഇതൊക്കെ നോക്കുമ്പോൾ ഈ കേൾവിക്കുറവ് പലപ്പോഴും ഒരു ടോട്ടലി ഇൻവിസിബിളായിട്ട് ഉള്ളൊരു. അതുകൊണ്ട് തന്നെയാണ് ഇപ്രാവശ്യത്തെ WHO മെസ്സേജ് വി ഹാവ് ടു ചേഞ്ച് അവർ മൈൻഡ് സെറ്റ്. IMA പെരിന്തൽമണ്ണ ഘടകം പ്രസിഡന്റ് ഡോക്ടർ ഷാജി അബ്ദുൽ ഗഫൂർ, AOI മലപ്പുറം ജില്ലാ ട്രഷറർ ഡോക്ടർ ദീപക്,
NPCD ജില്ലാ നോഡൽ ഓഫീസർ ഡോക്ടർ അബ്ബാസ്, സിയാക്സ് സംസ്ഥാന പ്രസിഡന്റ് നവാസ്, സീനിയർ ENT സർജൻ ഡോക്ടർ അനുരാധ വർമ്മ, സീനിയർ ക്ലിനിക്കൽ ഓഡിയോളജിസ്റ്റ് NP പ്രശാന്ത് എന്നിവർ സംസാരിച്ചു. ആരോഗ്യ സാമൂഹിക സേവന രംഗങ്ങളിൽ നിസ്വാർത്ഥമായ സേവനം നൽകി വരുന്നവരും വൈകല്യങ്ങളെ അതിജീവിച്ച് കർമ്മപഥത്തിൽ മുന്നേറുന്നവരുമായ 25ഓളം പ്രതിഭകളെ കാതോരം വേദിയിൽ ആദരിച്ചു. ജന്മന കേൾവിയില്ലാതെ ശസ്ത്രക്രിയയിലൂടെയും ചികിത്സയിലും മറ്റും കേൾവി തിരിച്ചുപിടിച്ച് സാധാരണ നിലയിലേക്ക് തിരിച്ചെത്തിയതിൻ്റെ ആഘോഷം കൂടിയായി കാതോരം സംഗമം. കേൾവി തിരിച്ചു കിട്ടിയ കുട്ടികൾ, ഡോക്ടർമാർ, ജീവനക്കാർ എന്നിവരുടെ കലാപരിപാടികളും അരങ്ങേറി. സംസ്ഥാന രജിസ്ട്രേഷൻ പുരാവസ്തു വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളിക്ക് അർബൻ ഗ്രാമീൺ സൊസൈറ്റിയുടെ പെരിന്തൽമണ്ണ ബ്രാഞ്ചിൽ സ്വീകരണമൊരുക്കി. UGS മാനേജിംഗ് ഡയറക്ടർ അജിത് പാലാട്ട് മന്ത്രിയെ പൊന്നാട അണിയിച്ച് സ്വീകരിച്ചു. മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളിക്ക് ജനപ്രതിനിധികളുടെയും രാഷ്ട്രീയ, സാംസ്കാരിക, വ്യാപാരി നേതാക്കളുടെയും സാന്നിധ്യത്തിലാണ് അർബൻ ഗ്രാമീൺ സൊസൈറ്റി ഗോൾഡ് ലോണിൻ്റെ പെരിന്തൽമണ്ണ ബ്രാഞ്ചിൽ വച്ച് സ്വീകരണം നൽകിയത്. ഒരു സ്ഥാപനത്തിൻ്റെ സ്വീകാര്യത, ആ സ്ഥാപനം പ്രവർത്തന രംഗത്ത് സ്വീകരിക്കുന്ന സത്യസന്ധതയും വിശ്വാസ്യതയുമാണ്. അത് ജനമനസ്സിലേക്ക് പ്രകാശിപ്പിക്കാൻ കഴിഞ്ഞ ഒരു സ്ഥാപനം എന്ന നിലക്കാണ് അതിന് ശാഖകളും ശാഖകളൊക്കെ തന്നെ ഇങ്ങനെ മുമ്പ് ഞാൻ വന്ന കാര്യം നിങ്ങൾ ഓർമ്മിച്ചു, ഞാൻ ഓർമ്മിക്കുകയാണ്. ഇനിയും ഈ സ്ഥാപനത്തിന് ഇതുപോലെ നിരവധി ശാഖോപശാഖകൾ ഒക്കെ സംഘടിപ്പിച്ചുകൊണ്ട് കേരളത്തിൻ്റെ സാമൂഹ്യ സാമ്പത്തിക സംവിധാനത്തിലെ ഒരു സുപ്രധാനമായ ഘടകമായി വളരാനും വികസിക്കുവാനും കഴിയട്ടെ എന്നാണ് എനിക്ക് ആഗ്രഹിക്കാനും ആശംസിക്കാനും. പ്രമുഖ വ്യക്തികൾ പങ്കെടുത്ത പരിപാടിയിൽ UGS മാനേജിംഗ് ഡയറക്ടർ അജിത് പാലാട്ട് മന്ത്രിയെ പൊന്നാട അണിയിച്ച് മൊമെന്റോ കൈമാറി. പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് AK മുസ്തഫ ആശംസകൾ നേർന്നു. കോൺഗ്രസ് എസ് ജില്ലാ പ്രസിഡന്റ് ജോസ്, കോൺഗ്രസ് എസ് ജില്ലാ സെക്രട്ടറി രാധാമോഹനൻ, CPM അങ്ങാടിപ്പുറം ലോക്കൽ സെക്രട്ടറി സജി, പെരിന്തൽമണ്ണ കോൺഗ്രസ് പ്രസിഡന്റ് TK രാജേന്ദ്രൻ, കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി മലപ്പുറം ജില്ലാ സെക്രട്ടറി K സുബ്രഹ്മണ്യൻ, മണ്ണാർക്കാട് താലൂക്ക് സെക്രട്ടറി സോനു ശിവൻ, കർമ്മശ്രേഷ്ഠ അവാർഡ് ജേതാവ് അച്യുതൻ പനച്ചിക്കുത്ത്, UGS ഡയറക്ടർ അഭിലാഷ് പാലാട്ട്, UGS PRO ശ്യാംകുമാർ, സെയിൽസ് മാനേജർ ശാസ്ത്രപ്രസാദ്, ഓപ്പറേഷൻസ് മാനേജർ ഷബീർ അലി, മാർക്കറ്റിംഗ് ഹെഡ് ഷമീർ അലി, UGSന്റെ വിവിധ ബ്രാഞ്ച് മാനേജർമാർ, മറ്റ് സ്റ്റാഫുകൾ, കസ്റ്റമേഴ്സ് തുടങ്ങിയവർ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ വീണ്ടും. പട്ടാമ്പി നേർച്ചയ്ക്ക് എഴുന്നള്ളിച്ച ആന തിരികെ കൊണ്ടുപോകും വഴി പാലക്കാട് വെച്ച് ഇടഞ്ഞോടി. ആനയുടെ അക്രമത്തിൽ തമിഴ്നാട് സ്വദേശിക്ക് പരിക്ക്. 2 പശുക്കളെ ചവിട്ടിക്കൊന്ന ആന വീടുകളും കടകളും തകർത്തു. നേർച്ചയ്ക്കിടെയുണ്ടായ സംഘർഷവുമായി ബന്ധപ്പെട്ട് 7 പേർ അറസ്റ്റിൽ. മണ്ണാർക്കാട് 11-കാരന് സൂര്യതാപമേറ്റു. ഉച്ചസമയത്ത് കളിക്കാൻ പോയ കുട്ടിക്കാണ് ദേഹത്ത് പൊള്ളലേറ്റത്. മണ്ണാർക്കാട് താലൂക്ക് ആശുപത്രിയിൽ കുട്ടി ചികിത്സ തേടി. റോഡ് പ്രവൃത്തിയെ തുടർന്ന് ചെറുപ്പളശ്ശേരി കാറൽമണ്ണ ഭാഗങ്ങളിൽ കുടിവെള്ള വിതരണം മുടങ്ങിയ സംഭവം. നഗരസഭാ കൗൺസിലിൽ പ്രതിപക്ഷ പ്രതിഷേധം. ജല അതോറിറ്റിയുടെയും KSTPയുടെയും അനാസ്ഥയാണ് പ്രശ്നത്തിന് കാരണമെന്നും വിഷയം വകുപ്പ് മന്ത്രിയെ അറിയിക്കുമെന്നും ചെയർമാൻ. സംസ്ഥാനത്ത് ഈ വർഷത്തെ SLC പരീക്ഷയ്ക്ക് തുടക്കമായി. 4.27 ലക്ഷം വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതുന്നത്. ഏറ്റവും കൂടുതൽ കുട്ടികൾ പരീക്ഷ എഴുതുന്നത് മലപ്പുറം വിദ്യാഭ്യാസ ജില്ലയിൽ. പെരിന്തൽമണ്ണ പാതായിക്കരയിലെ ചാർക്കോൾസ് കരി കമ്പനിക്കെതിരെ നാട്ടുകാർ പ്രക്ഷോഭ രംഗത്ത്.
കമ്പനിയുടെ പ്രവർത്തനം പാരിസ്ഥിതിക ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതായി നാട്ടുകാർ. CPM-ന്റെ നേതൃത്വത്തിൽ ജനകീയ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. മണ്ണാർക്കാട് നൊട്ടമലയിൽ ബൈക്കിടിച്ച് പരിക്കേറ്റ വയോധികൻ മരിച്ച സംഭവം. നിർത്താതെ പോയ ബൈക്കും പ്രതികളും പോലീസിന്റെ പിടിയിൽ. പുലാപ്പറ്റ കോണിക്കഴി സ്വദേശികളാണ് പിടിയിലായത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.